കണ്ടോ? ഇന്ന് കുറച്ച് ഇറച്ചി വാങ്ങിച്ചു. ഇന്ന് കറി വെക്കും. നല്ല ഇറച്ചിയാണ്, പോത്താണ്. കൊള്ളാം അല്ലേ? ചിലത് ഇങ്ങനെ വല പോലെ ഇരിക്കും. വല പോലെ ഇരിക്കുന്നത് നമ്മൾ ഈ വേറെ കണ്ടിച്ചത് കണ്ടോ? ഇങ്ങനെയുള്ളത് ഇത് മുറിച്ച് മാറ്റണം. അത് ശരിയല്ല. കണ്ടോ? മിക്കവാറും ഒക്കെ ഇങ്ങനെ വല പോലെ ഇരിക്കും. കണ്ടോ? ഇങ്ങനെയുള്ളത് മുറിക്കണം. അതാണ്. കണ്ടോ? ഇതൊക്കെ മുറിച്ചെങ്കിലേ വെക്കാൻ പറ്റുള്ളൂ. ഒറിജിനൽ പോത്താണ്, മനസ്സിലായോ? ഫ്രഷ് ആയിട്ടുള്ള പോത്തിറച്ചിയാണ്, മനസ്സിലായോ? ഞങ്ങളല്ലല്ലോ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ബഹുവചനമാവുമല്ലോ. ഞാൻ ഇറച്ചി വാങ്ങിക്കുന്ന എവിടെ നിന്നാണെന്നറിയോ? കറുകപ്പള്ളി നല്ല ഒറിജിനൽ ഫ്രഷാണ് ഇറച്ചി, മനസ്സിലായോ? നമ്മൾ പറയുന്ന ഭാഗം കണ്ടിച്ച് കിട്ടും കറുകപ്പള്ളിയിൽ. അതുകൊണ്ട് തന്നെ കത്രിക്കടവിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് കത്രിക്കടവ് മൊത്തം ക്രിസ്ത്യാനികളാണ് വെട്ടുന്നത്. പക്ഷേങ്കിൽ കറുകപ്പള്ളി വെട്ടുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ അടുത്തുനിന്ന് ഇറച്ചി വാങ്ങിക്കുന്ന ഏറ്റവും സൂപ്പറാണ്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അവരൊക്കെ ഇറച്ചിയുടെ ആൾക്കാരാണ്. അന്നേരം അവരുടെ അടുത്തുനിന്ന് ഇറച്ചി വാങ്ങിച്ചാൽ നമുക്ക് നല്ല, അല്ലെ തന്നെ ഞാൻ ചെന്ന ഏത് ഒരു പോത്തിനെ നമ്മൾ കണ്ടിച്ച് തൂക്കിയിടുന്നുണ്ടല്ലോ, അതിനകത്തുനിന്ന് ഏത് ഭാഗം വേണമെന്ന് വെച്ചാൽ ആ ഭാഗം നമുക്ക് തരും. പറഞ്ഞാൽ മതി, എത്ര വേണമെങ്കിലും ഇറച്ചി തരും, ഒരു പ്രശ്നവുമില്ല. ആൾക്കാരൊക്കെ വളരെ ഡീസൻ്റാണ് എന്നോട് പെരുമാറുന്നത്. എല്ലാ ആൾക്കാരും. അൺഡീസൻ്റായിട്ടുള്ള ആൾക്കാരില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ കുറവാണ് കണ്ടിട്ടുള്ളൂ. കുറച്ചുണ്ടേ, അത് കുറച്ച് മാത്രമേ ഉള്ളൂ. മറ്റേ മൊത്തം ഡീസൻ്റ് ആൾക്കാരാണ്. ഇപ്പം കുറച്ച് ഇതായിട്ട് എവിടെ ചെന്നാലും ഒരു സ്ഥാനവും വിലയും ഒരു സീറ്റൊക്കെ ഉണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട് കേട്ടോ, നേരത്തെ മുതലുണ്ട്. നമ്മുടെ ഒരു MLA യുടെ അടുത്ത് ചെന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ MLA ഒരു യാത്ര ചെയ്ത് പോകുമ്പോഴാണെങ്കിലും നമ്മളെ കണ്ടാൽ ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മളുണ്ടല്ലോ എപ്പോഴും നമ്മളെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി എന്താണെന്നറിയോ? ഈ കുറച്ച് കാശും പ്രതാപവും പണവും ഉള്ളവർക്ക് മാത്രമേ ലോകത്തിൽ കുറച്ച് വിലയും നിലയൊക്കെ ഉള്ളൂ, ഇല്ലേ? പണവും പ്രതാപവും ഇല്ലാത്തവർക്ക് വലിയ വിലയും നിലയൊന്നും ഇല്ല. അത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. പണത്തിന് എപ്പോഴും ഒരു പ്രധാന മൂല്യമുണ്ട്. അതുള്ളവർക്ക് മാത്രമേ മനുഷ്യൻ വില കൽപ്പിക്കത്തുള്ളൂ. അല്ലാത്തവർക്കൊരു എത്ര ഒരു പാവങ്ങൾ എന്നാൽ ഒരു സീറ്റുണ്ടോ, കാര്യമുണ്ടോ? ഒന്നുമില്ല. ഒന്ന് മിണ്ടുവോ? അവരെ കാണുന്നത് പുച്ഛം ഒക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ കാശും കാര്യങ്ങളും നമ്മൾ ചില പദവിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, എവിടെ ചെന്നാലും നമുക്കൊരു വില, നില, ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല, എല്ലാം 0. അന്നേരം ഇത് കറി വെക്കട്ടെ. കറി വെക്കുമ്പം ആരെങ്കിലും വേണമെങ്കിൽ വന്നാൽ മതി കേട്ടോ, വിളിച്ചാൽ മതി. എവിടെ വിളിക്കാനാ അല്ലേ? നമ്പറുണ്ടെങ്കിലല്ലേ വിളിക്കാൻ പറ്റൂ. അത് ശരിയാണ്. നമ്പരൊന്നുമില്ല. നമ്പരൊക്കെ തന്നു കഴിഞ്ഞാലുണ്ടല്ലോ എന്നെ വിളിച്ച് ഭയങ്കര ശല്യം ചെയ്യും. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ വെളുപ്പിനെ മുതൽ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ.